ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഓല സ്കൂട്ടർ അപ്പോൾ നമ്മൾ ലൂബ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിന് മെയിനായിട്ട് സെൻറ്റർ സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ കാറിൻ്റെ ജാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. കാറിൻ്റെ ഒരു പൈപ്പുണ്ട്, അപ്പോൾ പൈപ്പിനകത്തോട്ട് കാറിൻ്റെ ജാക്കി കയറ്റി വെച്ചിട്ടുണ്ട്. ഇത് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം വണ്ടി നേരെ വെച്ചു, അതിനുശേഷം ജാക്കി അടിയിൽ കയറ്റി ഒരാൾ ബാക്കിൽ പിടിച്ചിട്ട് പതുക്കെ ജാക്കി പൊക്കി. അതിനുശേഷം വണ്ടി ഒരു സൈഡിലോട്ട് ചരിച്ചിട്ട് ഈ സൈഡിൽ കട്ട വെച്ചിട്ടുണ്ട്. ഈ കട്ട വെക്കുമ്പോൾ ആ കട്ടയുടെ അവിടെ ഒരു തുണി വെക്കുന്നത് നല്ലതായിരിക്കും. വേറെ കുഴപ്പമൊന്നുമില്ല, എന്നാലും ഒന്ന് പറഞ്ഞതേ. അപ്പോൾ നമ്മുടെ ചെയിൻ കവർ അഴിക്കാൻ ഏറ്റവും പാടായിട്ട് വരുന്നുള്ളത് ഈ ക്ലിപ്പാണ് കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് പ്ലെയർ കൊണ്ടൊന്ന് പിടിച്ചാൽ മതി, ആ ക്ലിപ്പ് അങ്ങ് ഊരി പോയിക്കോളും. അത് ഊരുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ 5000 കിലോമീറ്റർ വണ്ടിയുടെ ചെയിൻ്റെ കണ്ടീഷനാണിത്. ഇതിന് മുമ്പ് ചെയിൻ ക്ലീൻ ചെയ്തിട്ടില്ല, ജസ്റ്റ് ലൂബ് അടിച്ച് കൊടുത്തിട്ട് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ വണ്ടിയുടെ റേഞ്ച് നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ലൂബ് ചെയ്യുന്നത്. ചെയിൻ കവറിന് 4 സ്ക്രൂ ആണുള്ളത്. ഇത് 4 നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്ന എല്ലാം വെച്ച് അഴിക്കാൻ പറ്റും. സ്ക്രൂ അഴിക്കുന്ന അത്ര വലിയ പാടുള്ള പരിപാടിയൊന്നുമല്ല, അതിൻ്റെ കവർ റിമൂവ് ചെയ്യാനാണ് ഇച്ചിരി പാട്. സ്ക്രൂ നമുക്ക് പെട്ടെന്ന് തന്നെ അഴിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ ലോക്ക് ഞാൻ കാണിച്ചു തരാവേ, ശ്രദ്ധിച്ച് നോക്കിക്കണം. അതായത് ഉണ്ടോ, അകത്തോട്ട് കയറിയിരിക്കുന്ന ടൈപ്പുള്ളതാണ്. ഇത് ജസ്റ്റ് നമുക്കൊരു പ്ലെയർ എടുക്കുക. പ്ലെയർ എടുത്തിട്ട് മുകളിൽ നിന്ന് താഴോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തേച്ചാൽ മതി. പ്രസ് ചെയ്യുമ്പോൾ തന്നെ അത് അകത്തോട്ടം കയറി പോയിക്കോളും. ഒരുപാട് പ്രസ് ചെയ്യരുത്, പൊട്ടിപ്പോവും. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. ഉണ്ടോ, അതിപ്പോൾ ഊരി വന്നിട്ടുണ്ട്. ഇനി ഒരു ക്ലിപ്പ് കൂടെ ഉണ്ട്, അതും അത് കാണാൻ ഇച്ചിരി പാടാണ്. അത് എൻ്റെ വിരലിരിക്കുന്ന ഭാഗം കണ്ടോ, അതാണ്. അത് ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മതി താഴോട്ടങ്ങ്, അത് ഊരി വന്നിട്ടുണ്ട്. നല്ല രീതി അഴുക്കുണ്ട്, കാരണം ഇതുവരെ ഇത് ക്ലീൻ ചെയ്തിട്ടില്ല. കണ്ട കറങ്ങുമ്പോഴൊക്കെയുള്ള സൗണ്ട് കേട്ടോ, നല്ല സൗണ്ടുണ്ട്, കാരണം നല്ല അഴുക്ക് പിടിച്ചിരിക്കുകയാണ്. ഇനി ഇത് ഏതെങ്കിലും ചെയിൻ ക്ലീനർ യൂസ് ചെയ്ത് നമുക്ക് ക്ലീൻ ചെയ്യാം. ഇതുപോലെ ചെയിൻ ക്ലീനറൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ നല്ല കോസ്റ്റ് ആവും. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഡീസലാണ്. ഡീസലാകുമ്പോൾ വലിയ കോസ്റ്റ് ഇല്ല, നമുക്കൊരു 10-50 ml പരിപാടി തീരും. ഡീസൽ എടുക്കുക, ഒരു കുപ്പിയുടെ ഒഴിച്ചാൽ അതിൻ്റെ അടപ്പിന് റൂട്ട് ഇട്ടിട്ട് പതുക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് നേരം റൊട്ടേറ്റ് ചെയ്ത് പതുക്കെ അങ്ങ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റോളം കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കുക. അപ്പോൾ ഈ ഇതെല്ലാം ഒന്ന് സ്മൂത്തായി കിട്ടും. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഡീസൽ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. സെയിം പ്രൊസീജിയർ നേരത്തെ ചെയ്ത പോലെ തന്നെ. ഇനി പ്രഷർ വാഷ് ഓണാക്കുക. നല്ല രീതിയിൽ വെള്ളം പ്രഷറിലങ്ങ് അടിച്ചു കൊടുത്തേച്ചാൽ മതി. ആദ്യത്തെ അടിക്കാൻ തന്നെ എല്ലാം കഴിക്കാൻ താഴെ വീണോളും. കണ്ടില്ല, പെട്ടെന്ന് ക്ലീൻ ആയിക്കോളും. ഇതാണ് ബ്രഷ് ഇട്ട് ഉരയ്ക്കുക, അങ്ങനെയുള്ള പരിപാടികളൊന്നും വേണ്ട. പ്രഷർ വാഷോ ഇല്ലെങ്കിൽ നമ്മുടെ പൈപ്പിൽ നിന്ന് ഓസി കഴിഞ്ഞ് വെള്ളം വരത്തില്ല, ആ ഫോഴ്സിൽ അടിച്ചാലും മതി. കാരണം ഇത് നല്ലപോലെ കുതിർന്നിരിക്കുകയാണ് അഴുക്കെല്ലാം, അപ്പോൾ അതെല്ലാം അങ്ങ് പോയിക്കോളും. കണ്ടോ, ചെയിൻ ഇപ്പം നല്ല പക്കയായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. ഞാൻ ഈ രീതി തന്നെയാണ് ഒരു 5 വർഷമായിട്ട് എൻ്റെ പൾസറിൽ ഞാനിങ്ങനെ തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ചെയിൻ ക്ലീനിങ്. നല്ല ലാസ്റ്റിങ് കിട്ടും ചെയിൻ. ഇനി നല്ലൊരു നല്ലൊരു കോട്ടൺ തുണി എടുത്തിട്ട് ഈ വെള്ളമൊക്കെ അങ്ങ് വൈപ്പ് ചെയ്ത് കളയാം. അപ്പോൾ ബാക്കി എക്സസ് ആയിട്ടുള്ള ഗ്രീസൊക്കെ അതിൻ്റെ അടുത്ത് ഇങ്ങനെ പോകുന്നുള്ളൂ. വലുതായിട്ടൊന്നും ഇല്ല, ചെറിയ രീതിയിൽ കാണത്തുള്ളൂ. അതെല്ലാം ഇങ്ങനെ പോരും. കണ്ടല്ലോ, പക്കയായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. ഒരു തരി ഗ്രീസോ അഴുക്കോ അതിനകത്തില്ല. ഇനി നമുക്ക് ജസ്റ്റ് വണ്ടി ഒന്ന് ഓണാക്കിയിട്ട് ഓടിക്കണം. ബാക്കി അതിനകത്തൊക്കെ വെള്ളമൊക്കെ തെറിച്ച് പോകാൻ വേണ്ടിയാണ്. കുറച്ച് നേരം ഒരു മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഓടിച്ചാൽ വെള്ളമൊക്കെ കളഞ്ഞാൽ വെള്ളം ഇട്ടിട്ട് വീഴുന്നുണ്ടോ അകത്തുള്ളത്. ഇനി നമുക്ക് ലൂബ് ചെയ്യണം. ലൂബ് ചെയ്യാൻ ഒന്നെങ്കിൽ നമുക്ക് ഏതെങ്കിലും ലൂബ് സ്പ്രേ യൂസ് ചെയ്യാം. ഞാനിവിടെ ഗിയർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇതാകുമ്പോൾ വലിയ ചിലവില്ല. വേണ്ട, ഒരു ചെറിയൊരു അടപ്പ് മതിയാകും നമുക്ക്. എന്നിട്ട് ബ്രഷിനകത്ത് എടുക്കുക, ചെയിൻ്റെ പുറത്ത് ചെറുതായിട്ടിങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ചെയിൻ അതായത് വണ്ടി ഓണാക്കിക്കൊണ്ട് ചെയ്യാൻ നിൽക്കരുത്, ചുമ്മാ വെറുതെ വിരലൊക്കെ കളയാൻ നിൽക്കരുത്. അതൊക്കെ ഇങ്ങനെ എടുത്തിട്ട് കുറേശ്ശെ ചെയിൻ്റെ മുകളിലും 2 സൈഡിലും ചെയ്ത് കൊടുക്കുക. ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു കോട്ടൺ തുണി എടുക്കുക. അതിനുശേഷം എക്സസ് ആയിട്ടുള്ള ഓയിലെല്ലാം ഒന്ന് വൈപ്പ് ചെയ്ത് കളയുക. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ തെറിച്ച് ആ റിമ്മിലും ടയറിലും ഒക്കെ വീഴും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. കണ്ടോ, നമ്മുടെ ചെയിൻ്റെ സൗണ്ടൊക്കെ അങ്ങ് പോയിട്ടുണ്ട്. നല്ല പക്ക ആയിട്ടുണ്ട്. കണ്ടോ,
കണ്ടോ, ഈ ഒരു അടപ്പിൻ്റെ പകുതി ഓയിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് ബാക്കി അതിനകത്തുണ്ട്. ചെയിൻ കവറൊക്കെ ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ചെയിൻ കവർ ഫിക്സ് ചെയ്യാം. ചെയിൻ കവർ ഫിക്സ് ചെയ്യാൻ നേരത്തെ നേരം മണ്ടത്തരം കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ ചെയിൻ കവർ രണ്ടും കൂടെ ആ ക്ലിപ്പ് ലോക്ക് ചെയ്തിട്ട് സ്ക്രൂ ചെയ്യാമെന്നുള്ള വിചാരത്തിലാണ് ഞാൻ ആദ്യം ചെയ്തത്. പക്ഷേ അത് നടക്കത്തില്ല കേട്ടോ. നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ ഒരു സൈഡിൽ ചെയിൻ കവർ വെക്കുക, അതിനുശേഷം അത് സ്ക്രൂ ചെയ്യുക, അതിന് ശേഷം ക്ലിപ്പ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് പറ്റും. ഞാൻ അതിന് കുറേ പാടുപെട്ടു, പിന്നെയാണ് എനിക്ക് ആ ടെക്നിക്ക് പിടി കിട്ടിയത്. മുകളിലത്തെയാണ് ഞാൻ ആദ്യം സ്ക്രൂ ചെയ്ത്, അതിനുശേഷം എളുപ്പം കേട്ടോ. അതിനുശേഷം ഈ ക്ലിപ്പ് പെട്ടെന്ന് വേണമുള്ളൂ. ജസ്റ്റ് വെക്കുക, ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കറക്റ്റായിട്ട് വെച്ച് പ്രസ് ചെയ്യണമെന്നുള്ളൂ. പ്രസ് ചെയ്യുക, അതിനുശേഷം താഴത്തെ സ്ക്രൂ നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ സ്ക്രൂ നമ്മൾ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഓയിൽ മുക്കിയിട്ടൊന്ന് സ്ക്രൂ ചെയ്യുക കേട്ടോ. കാരണം ഇനി ഊരാൻ നേരത്തെ ടൈറ്റൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ വണ്ടിയുടെ ഏത് സ്ക്രൂ അഴിച്ചാലും ഇങ്ങനെ തന്നെ ചെയ്യാൻ നോക്കുക. ജസ്റ്റ് ഒന്ന് ഓയിൽ മുക്കിയിട്ടൊന്ന് ടൈറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള പരിപാടി. ഇനി നമുക്ക് വേണ്ടി ഒന്ന് ഓണാക്കി നോക്കാം. ഇനി നമുക്ക് ജസ്റ്റ് ഇവിടെ ഒരു ക്ലിപ്പ് ഉണ്ടോ, ആ ക്ലിപ്പൊന്ന് ഊരിയിട്ട് ജസ്റ്റ് ലൂബ് ചെയ്ത് കൊടുത്തേച്ചാൽ മതി. ഒരു 300-400 കിലോമീറ്റർ ഇടയ്ക്കിടയ്ക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തേച്ചാൽ മതി. ഒരു 1000-1500 കിലോമീറ്ററൊക്കെ ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് ഊരി ക്ലീൻ ചെയ്ത് വെച്ചാൽ മതി. അതുവരെ ഇങ്ങനെ ഓടിക്കണം, കുഴപ്പമില്ല. ഞാൻ ഇങ്ങനെ ലൂബ് ചെയ്തതിന് ശേഷം വണ്ടി ഓടിച്ചപ്പോൾ എനിക്ക് നല്ല മൈലേജ് വണ്ടിക്ക് കിട്ടുന്നുണ്ട്, നല്ല റേഞ്ച്. അതായത് 185 തന്നെ കിട്ടുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം. ഇതാണ് കാറിൻ്റെ ജാക്കി കേട്ടോ. ഇത് വെച്ചാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഓക്കെ, ബൈ.